കാരണം അല്ലാണ്ട് നമ്മൾ ഈ കഫം കെട്ടിക്കിടക്കുന്നിടത്തേക്ക് നിങ്ങൾ എന്ത് മെഡിസിൻ കഴിച്ചെങ്കിൽ ആ കഫത്തിനെ അവിടെ ഒതുക്കി കളയുള്ളൂ. കാരണം നമ്മൾ അതായത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുഴപ്പമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുമക്കാണ്ടിരിക്കും, പക്ഷേ ആ കഫം അവിടെ നെഞ്ചിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന കഫം കളയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്ത് വീഡിയോ ആണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയൊന്നും ശബ്ദമില്ലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഭയങ്കര കഫക്കെട്ടും ശരീരവേദനയും തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെടലായിരുന്നു. അപ്പോൾ എന്തൊക്കെ മെഡിസിൻ കഴിച്ചിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഈ കഫം പറഞ്ഞു പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു അറിഞ്ഞിട്ടുള്ള ഒരു ടിപ്സ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഞാൻ കേട്ട സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ചെയ്ത് നോക്കി. എനിക്കത് നല്ല റിസൾട്ട് കിട്ടി. കാരണം വെച്ചാൽ നമുക്ക് കൂടുതൽ പ്രത്യേകിച്ച് എവിടെയും പോയിട്ട് പുറമേ ഉള്ളൊരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിലും അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ഓരോരോ കിച്ചണിലേക്ക് ഇരിക്കുന്ന ഓരോരോ കറികൾക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചാൽ മാത്രം മതി. കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. കാരണം എൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ പല മെഡിസിൻസ് കഴിച്ചിട്ടും കഫക്കെട്ട് പറഞ്ഞു പോകാത്ത ഒരവസ്ഥയാണ്. കാരണം പഴകിയ കഫം ഒക്കെ നെഞ്ചിൽ കെട്ടി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും നല്ല അത്യുത്തമമായ ഒരു സംഭവമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് അനുഭവിച്ചാണ്. ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ കഫം നല്ല രീതിയിൽ പറഞ്ഞു പോയി. ഇത്ര ഒന്നും ശബ്ദം എനിക്ക് സ്റ്റാർട്ടിങ് ഇല്ലായിരുന്നു. എനിക്കിപ്പോഴാണ് കുറച്ച് ശബ്ദമൊക്കെ വന്നത്. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കത് റിസൾട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങളോടും കൂടെ പറയാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യും വേണം. കാരണം ഇപ്പോഴും ചുമയ്ക്കാൻ പറയുന്നൊരു ടെൻഡൻസി, അത് ഭയങ്കരമായിട്ട് ചുമയായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെ നിന്ന് പോകും. ഇപ്പോൾ നോർമലി തന്നെ കഫം അധികം ചുമയ്ക്കാണ്ട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്കിപ്പോൾ എത്തി. അപ്പം കാരണം ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കുത്തി കുത്തി ചുമയ്ക്കുന്നൊരു ചുമയാണ്. അപ്പം ചുമ മാത്രമല്ല അവിടെ സാധനം കഫം പറഞ്ഞു പോകാറില്ല. അപ്പോൾ കഫം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഇപ്പം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുപ്പിക്കകത്തിലേക്ക് മിക്സാക്കി നിങ്ങൾ കഴിക്കുന്ന ഒരു ശീലമില്ല. അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ മാങ്ങയല്ല നമ്മൾ ഉപയോഗിക്കേണ്ടതും എന്ന് മാത്രം. നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പേരയ്ക്ക, അതല്ലെങ്കിൽ കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. പേരയ്ക്ക മേടിച്ച് നൈസായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. തൊലി കളയേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്തിട്ട് നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് കുടഞ്ഞെടുക്കുക. കുടഞ്ഞെടുത്ത ശേഷം നിങ്ങളത് കഴിക്കുക. നിങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഉള്ളിലൊരു കുത്തി പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ചുമ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമയ്ക്കുന്നതിനൊപ്പം കഫം നോർമലി നല്ല രീതിയിൽ തന്നെ പോവും. കാരണം പഴകിയ കഫമാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു യെല്ലോയും പച്ചയും എല്ലാം കൂടെ കളന്നിട്ടുള്ള ഒരു കളറായിരിക്കും. അപ്പം അതനുസരിച്ചുള്ളതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഭയങ്കര നെഞ്ചിലൊക്കെ ഭയങ്കര ആശ്വാസവും ചുമക്കൊക്കെ ഒരു പരിധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കാരണം അതിനുശേഷം നിങ്ങൾ എന്ത് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഭരിക്കും. കാരണം അല്ലാണ്ട് നമ്മൾ ഈ കഫം കെട്ടിക്കിടക്കുന്നിടത്തേക്ക് നിങ്ങൾ എന്ത് മെഡിസിൻ കഴിച്ചെങ്കിൽ ആ കഫത്തിനെ അവിടെ ഒതുക്കി കളയുള്ളൂ. കാരണം നമ്മൾ അതായത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുഴപ്പമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുമക്കാണ്ടിരിക്കും, പക്ഷേ ആ കഫം അവിടെ നെഞ്ചിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന കഫം കളയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതേപോലെ അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. ഇപ്പോൾ പേരയ്ക്കയാണ്, പേരയ്ക്ക കട്ട് ചെയ്ത് ഉപ്പും പെപ്പറും കൂടി ഇട്ടിട്ട് കുട്ടി കഴിക്കുക. അപ്പം മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായിട്ട് അടുത്ത ടിപ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.